കർത്താവ് എപ്പോഴും സ്ഥായിയാണ്, മാറ്റം ഉണ്ടാകത്തില്ല. ഈ തമ്പുരാനെ കണ്ടെത്താൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് പ്രാർത്ഥന? വാട്ട് ഇസ് പ്രയർ? ഇതിന് ഉത്തരം കിട്ടും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവൾ. കൃപ നിറഞ്ഞവൾ. അമ്മയുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും കർത്താവിന് അപ്പനോടൊപ്പമായിരുന്ന് സ്നേഹം പങ്കിടുകയായിരുന്നു എന്നാണ് കറക്റ്റ്. അപ്പൊ അപ്പനോട് കൂടെ സ്നേഹം പങ്കിടുകയായിരുന്നു. ഇനി മുതൽ നിങ്ങൾ സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നല്ല പ്രാർത്ഥന, ഞങ്ങളുടെ പിതാവേ. യു കൻ ഓൾസോ കോൾ ഹിം ഫാദർ, ഈശോ തരുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്നേഹിതന്മാർ തമ്മിലുള്ള സംഭാഷണമാണ്. ചേട്ടന് ചുമ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ സാരമില്ല, ഞാൻ കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഈ പാട്ടുകാരൻ ചേട്ടന്റെ കൊങ്ങായ്ക്ക് ഒറ്റപ്പിടുത്തം. അപ്പൊ കൊങ്ങായ്ക്കൊരു പിടുത്തം പുള്ളി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, നമ്മള് പറഞ്ഞതുപോലെ ഇന്ന് വൈകുന്നേരം പ്രാർത്ഥനയെ കുറിച്ചാണ് കേൾക്കുന്നത്. നിങ്ങളിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും അവസാനമില്ല. ജീവിതം പ്രാർത്ഥനയാണ്. ഇപ്പൊ ഇരിക്കുന്നത് പ്രാർത്ഥനയാണ്, മൂക്ക് ചൊറിയുന്നത് പ്രാർത്ഥനയാണ്. എപ്പോഴാ അത് നിയോഗം വെച്ച് കഴിയുമ്പോൾ അതെല്ലാം പ്രാർത്ഥനയായിട്ട്. കേൾക്കാവോ? ആ, അപ്പോ നിയോഗം വെച്ച് കഴിയുമ്പോഴാണ് എല്ലാം പ്രാർത്ഥനയായിട്ട് മാറുന്നത്. കഴിഞ്ഞിടയ്ക്ക് മാനന്തവാടിയിലെ സിസ്റ്റർമാരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിൻ്റെ ഒരു കൊച്ച് സിസ്റ്ററാകാൻ കയറിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 18-19 വയസ്സേ ഉള്ളൂ, കയറിയതേ ഉള്ളൂ. അപ്പൊ ആ കൊച്ച് രാവിലെ കാണാൻ വിളിച്ചപ്പോൾ കൊച്ച് പറഞ്ഞിട്ട് എനിക്ക് സങ്കടമാണ്, ഇന്ന് ഈശോയ്ക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം 11 മണി സമയം. കൊച്ച് പറയാത്ത ഇന്ന് ഈശോയ്ക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പറ്റി സങ്കടം പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ ഈശോയ്ക്ക് വേണ്ടി 227 ത്യാഗപ്രവർത്തികളെ ചെയ്തുള്ളൂ. അപ്പൊ ആ ഒരു കൊച്ച് 11 മണിയായി പറഞ്ഞ. അപ്പൊ ആ കൊച്ച് സാധാരണഗതിയിൽ ആ സമയത്ത് 400 ക്രോസ് ചെയ്യുന്നവർ. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എന്നതാ ഈ ത്യാഗപ്രവർത്തികളൊക്കെ ചെയ്യുന്നത്? അപ്പൊ കൊച്ചു പറഞ്ഞാണ്, അച്ഛൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം എനിക്ക് മൂക്ക് ചൊറിയാൻ തോന്നി, ഞാനത് ചൊറിയാതെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു. പ്രയർ. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡും നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും. ഒരിടത്ത് ഇപ്പൊ നിങ്ങളിവിടെ ഓൺലൈൻ മീറ്റിംഗിൽ കൂടി വന്നു ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ദാറ്റ് ഈസ് എ പ്രയർ. ശരിയാണ്, അത് പ്രാർത്ഥനയാണ്. പക്ഷേ നമുക്ക് ഓരോ സെക്കൻഡും, ഞാൻ ശ്വാസനിശ്വാസനം നടത്തുമ്പോൾ പോലും ബ്രീത്തിങ്, എടുക്കുന്ന ഓരോ ബ്രത്തും അതുപോലെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും. അതാണ് മദ്രസയെ പുണ്യവതിയൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായം. ഇങ്ങനെയാണ് ആ വചനഭാഗം ആരംഭിക്കുന്നത്. ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. പിന്നെ ഈശോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ ഈ ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായം പ്രാർത്ഥനയുടെ അധ്യായം എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ 11-ാം അധ്യായത്തിന്റെ ആരംഭം തന്നെ അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാർ ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടതുകൊണ്ടാണ് വന്ന് ഈശോയോട് ചോദിക്കും, ഈശോയെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഇതാണ് സൂചന. പ്രാർത്ഥന എപ്പോഴും ഒരു പകർച്ചവ്യാധി പോലെ ഇങ്ങനെ പരന്നു പോകുന്നു, ഒരിക്കലും അവസാനിക്കുന്നു. ഒരാൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ നമ്പർ കണ്ടപ്പോൾ ഏകദേശം 200 പേരിൽ മേലെ ഉണ്ട് അല്ലേ? ഇപ്പൊ 234 ഉണ്ട്. അപ്പൊ അത്രയും പേരുണ്ട്. അപ്പൊ ഒരാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചതായിരിക്കാം. പക്ഷെ അത് കണ്ടോ, സ്പ്രെഡായി ഒരുപാട് പേരിലേക്ക് വരുന്നുണ്ട്. ദിസ് ഇസ് പ്രയർ. അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പകർന്നു പോകും. അതാണ് ഈ റിവർ എന്ന് പറയുന്ന, നദി എന്ന് പറയുന്ന ഒരു ഒരു പോയമുണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇംഗ്ലീഷിലുള്ള ഒരു പോയമുണ്ട്, കവിതയാണ്. ഫോർ മെൻ മേ കം ആൻഡ് മെൻ മേ ഗോ ബട്ട് ഐ വിൽ ഫ്ലോ ഫോർ എവർ. എന്ന് വെച്ചാൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ സൂം മീറ്റിംഗിൽ സംഭവിക്കുന്നത് പോലെ കുറച്ച് പേര് വരും, കുറച്ച് കഴിയും പോവും. നേരത്തെ 234 ഇപ്പൊ 237 അപ്പൊ 3 പേര് കൂടുതൽ വന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഡൗൺ ആവും. അപ്പം ആൾക്കാർ വരികയോ പോവുകയോ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ എൻ്റെ ചിന്താഗതികളിൽ മാറ്റം വരും, എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും, എൻ്റെ മൂഡിൽ മാറ്റം വരും. പക്ഷെ കർത്താവ് എപ്പോഴും സ്ഥായിയാണ്, മാറ്റം ഉണ്ടാകത്തില്ല. ഈ തമ്പുരാനെ കണ്ടെത്താൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് പ്രാർത്ഥന? വാട്ട് ഇസ് പ്രയർ? പ്രാർത്ഥന എന്നാൽ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായത്തിലൂടെ കൃത്യമായിട്ടും
ഇതിന് നിർവചനം തരുന്നത്. ഇന്ന് ഡിസംബർ മാസം 7-ാം തീയതിയാണ്, റൈറ്റ് അല്ലേ? ഡിസംബർ മാസം 7-ാം തീയതിയാണ്. നാളെ ഡിസംബർ മാസം 8-ാം തീയതി. നാളെ ഒരു പ്രത്യേകതയുണ്ട്. നാളെ പരിശുദ്ധ മാതാവിന്റെ അമലോത്ഭവ തിരുനാളാണ്. ഗ്രീക്ക് പദം ഉപയോഗിക്കുക പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ സത്യത്തെ, ആ വിശ്വാസ സത്യമാണ്, ഡോഗ്മയാണ്. അപ്പോൾ ഈ വിശ്വാസ സത്യത്തെ വ്യാഖ്യാനിക്കുക ഡോഗ്മ കൊയേമെസിസ് എന്ന അത് സ്വർഗാരോപണം പനേജിയ എന്നുള്ള ഗ്രീക്ക് പദം ഉപയോഗിച്ചുകൊണ്ടാണ്. അമ്മ ജന്മസമയത്ത് മുതൽ ഒരു പാപം പോലും ഏൽക്കാത്ത ഒരു വ്യക്തിയായിരുന്നു, പാപലേശമേശാത്ത മറിയം. അപ്പോൾ അമ്മയെക്കുറിച്ച് പറയുന്നത് കെക്കരിത്തോ മേന എന്നാണ്, എന്ന് വെച്ചാൽ ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവൾ എന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുക. കൃപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങള് ഇപ്പം ചിലപ്പോൾ ചില വലിയ ധ്യാന ഗുരുക്കന്മാരെ കാണും, അല്ലെങ്കിൽ ഭയങ്കര കൗൺസിലിംഗ് നടത്തുന്ന ബ്രദേഴ്സ് ഉണ്ടാവും, സിസ്റ്റർമാരുണ്ടാവും. അപ്പോൾ അവരെ സാധാരണഗതിയിൽ നോർമൽ സ്പീക്കിങ്ങിൽ അവരെയാണ് നമ്മൾ വിശ്വസിപ്പിക്കുന്നത് നല്ല കൃപയുള്ള അച്ഛന, നല്ല കൃപയുള്ള സിസ്റ്റർ. ബട്ട് അതല്ല ശരിക്കുള്ള കൃപ. കൃപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഇതിനു വേണ്ടി ഇട്ടിരിക്കുന്ന ആ മെസ്സേജിന്റെ അകത്ത് ഈശോപ്പായെ സ്നേഹിക്കുന്ന, ചങ്ക് തുറന്ന് സ്നേഹിക്കുന്ന കുറച്ച് പേരെന്ന് പറഞ്ഞല്ലേ. കൃപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയോടുള്ള സ്നേഹമാണ്. ദാറ്റ് ഇസ് വാട്ട്, സ്നേഹം, വിശുദ്ധി. ഇതാണ് യഥാർത്ഥത്തിൽ കൃപ എന്ന് പറയുന്നത്. കുറേ വരങ്ങൾ ഉണ്ടാവുക, ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ 9 വരങ്ങൾ, ഇതൊന്നും അല്ല, അതല്ല. പക്ഷേ ഉള്ളിൽ നിങ്ങൾ നേരത്തെ ആ എഴുതി വെച്ചതുപോലെ ഈശോപ്പായോട് ഹൃദയം തുറന്നുള്ള സ്നേഹം. ഇപ്പൊ നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത് എന്താണ് പ്രാർത്ഥന, പ്രാർത്ഥന എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരം കിട്ടും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവൾ. കൃപ നിറഞ്ഞവൾ, അമ്മയുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും കൃപ നിറഞ്ഞാണ് അമ്മ ജീവിച്ചത്. അതാണ് കൃപ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ആഗ്രഹം തോന്നി, കൊതി തോന്നി. ദാറ്റ് ഇസ് ദ കറക്റ്റ് വേർഡ്. കൊതി തോന്നി ഈശോ ചെയ്യുന്നത് പോലെ പ്രാർത്ഥിക്കാൻ. ഈശോ ആരോടാ പ്രാർത്ഥിച്ചത്? അപ്പനോട്, പിതാവിനോട്. എങ്ങനെയാ പ്രാർത്ഥിച്ചത്? നിശബ്ദതയിൽ, ശാന്തമായി. അങ്ങനെ അപ്പനോട് പ്രാർത്ഥിക്കുക. നമ്മൾ അപ്പനോട് ഒത്തിരി സ്നേഹമുള്ള ഒരു അപ്പനോട് മിണ്ടുമ്പോൾ നമ്മുടെ മുഖം പ്രസന്നമാവും, കാമാവും, സമാധാനം കിട്ടും. അപ്പോൾ ഈശോ അവിടെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ആ ഒരു പ്ലസന്റ് ഫീലിംഗ്, ആ ഒരു സമാധാനം ഫീൽ ചെയ്തിട്ടുണ്ടാവും. കൊള്ളാലോ, ഇവിടെ മുഖം പ്രസന്നമാണ്, ടെൻഷനൊന്നും ഇല്ല, സന്തോഷമാണ്, സ്നേഹമാണ്. അപ്പോൾ ഇതായിരിക്കാം ശിഷ്യന്മാരെ ഈശോയെ അതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ, അതുപോലെ ഞങ്ങളെ പഠിപ്പിക്കണം. ഈശോ അപ്പന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് ഈശോ അപ്പനെ സ്നേഹിക്കുകയായിരുന്നു, അപ്പനോട് മിണ്ടുകയായിരുന്നു, അപ്പനോടൊപ്പമായിരിക്കുകയായിരുന്നു. ദാറ്റ് ഈസ് യുവർ ലവ്. കർത്താവിന് അപ്പനോടൊപ്പമായിരുന്ന് സ്നേഹം പങ്കിടുകയായിരുന്നു എന്നാണ് കറക്റ്റ് മീനിങ്. അപ്പൊ അപ്പനോട് കൂടെ സ്നേഹം പങ്കിടുകയായിരുന്നു. ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരു വാക്ക് മാത്രം അതിൽ ശ്രദ്ധിച്ചാൽ മതി, സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്ന ഈശോ പ്രാർത്ഥിക്കേണ്ടത്. മൈ ലോർഡ് എന്നല്ലേ, മൈ ഫാദർ ഇൻ ഹെവൻ. പക്ഷേ ഈശോ അവർ ഫാദർ ഇൻ ഹെവൻ, ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ഇപ്പോൾ ഇനി ശ്രദ്ധിച്ചേ, ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായം 1 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തത് ഈശോ അപ്പനെ സ്നേഹിക്കുന്നത് പോലെ ഇവർക്കും അപ്പനെ സ്നേഹിക്കാൻ പറ്റാൻ വേണ്ടി ഈ സാധാരണ ശിഷ്യന്മാരെയും ഇനി മുതൽ നിങ്ങൾ സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നല്ല പ്രാർത്ഥിക്കും, ഞങ്ങളുടെ പിതാവേ. യു കൻ ഓൾസോ കോൾ ഹിം ഫാദർ. ഇനി മുതൽ നിങ്ങൾക്കും അപ്പ എന്ന് പിതാവിനെ വിളിക്കാം എന്ന് പഠിപ്പിച്ചു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന, സ്നേഹിക്കാൻ, സ്നേഹത്തോടെ ആയിരിക്കാൻ, ഒരുമിച്ചായിരിക്കാൻ ഈശോ പഠിപ്പിച്ചത്. ഒറ്റ വാക്കുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ശരിക്കും നമ്മൾ വിശുദ്ധ കുർബാനയില്, മലബാർ കുർബാനയില് ഒഫീഷ്യൽ റാസാക്രമത്തിലൊക്കെ 3 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുന്നുണ്ട്. അതാ ഇതിന്റെ അർത്ഥം. ശരിക്കും അത്രയും പൂർണ്ണതയുള്ളൊരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ. ലത്തീൻ ക്രമത്തിലും വരുന്ന എല്ലാ കുർബാന ക്രമങ്ങളിലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന വരുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണതയുള്ള പ്രാർത്ഥന, ബിക്കോസ് ഇറ്റ് ഈസ് ഫുൾ ഓഫ് ലവ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇനി ആ പ്രാർത്ഥന അവസാനിച്ച് കഴിയുമ്പോൾ ലൂക്കാസ് സുവിശേഷം 11:5 അവൻ ഒരുവനോട് പറഞ്ഞു. ഈ ഉപമയിലൂടെയാണ് ഈശോ എന്താണ്
പ്രാർത്ഥന എന്ന് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചു തരുന്നത്. ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുത്താൽ നല്ലതാണ് കേട്ടോ. ബൈബിൾ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക. ബൈബിൾ ഇഷ്ടമല്ലേ? അപ്പോൾ ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ, പ്രാർത്ഥനയുടെ ശക്തി. ഈ വചനഭാഗം ഇങ്ങനെയാണ്: ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ആ സ്നേഹിതൻ വന്ന് വേറൊരു സ്നേഹിതനോട് പറഞ്ഞു, എനിക്ക് അപ്പം തരിക. അപ്പോൾ ഈ സ്നേഹിതൻ പറയുന്നു, കാരണം നിന്റെ വീട്ടിലേക്ക് ഒരു സ്നേഹിതൻ വന്നിരിക്കുന്നു. ഇപ്പോൾ 3 പുള്ളി ഈ പേര് വിശേഷണങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ്, അത് പ്രത്യേകിച്ച് ഒരു നാമം പേര് പറയുന്നില്ല, മറിച്ച് ഒരു കോമൺ നെയിം, ജനറൽ ടേം. സ്നേഹിതൻ വന്ന് സ്നേഹിതനോട് വേറൊരു സ്നേഹിതന് അപ്പം കൊടുക്കണമേ എന്ന് പറഞ്ഞു. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പേരൊന്നും പറയുന്നില്ല, മറിച്ച് ഉപയോഗിക്കുന്ന ഒറ്റ ഒരു വാക്ക് സ്നേഹിതൻ, ലവർ. അപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്ന വാക്ക്, സ്നേഹിതൻ. അപ്പോൾ ഒരു സ്നേഹിതൻ വന്ന് മറ്റൊരു സ്നേഹിതനോട് വേറൊരു സ്നേഹിതന് അപ്പം വാങ്ങി തരണമേ, അപ്പം തരണമേ എന്ന് ചോദിക്കുകയാണ്. സോ ഇത് ഇസ് പ്രയർ. ഇതാണ് പ്രാർത്ഥന. സ്നേഹിതന്മാർ തമ്മിലുള്ള കോൺവെർസേഷൻ, ഇതാണ് പ്രാർത്ഥന. ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് വേറൊരു സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രാർത്ഥന ഈസ് ഈക്വൽ ടു ലവ്, പ്രയർ ഈസ് ഈക്വൽ ടു ലവ്. ഇപ്പോൾ നിങ്ങൾ 8 മണി തൊട്ടുള്ള സെഷനിൽ പ്രാർത്ഥിച്ചു, ഒരുപാട് സ്തുതിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് പാട്ടുകൾ പാടി. അപ്പോൾ ആ പാട്ടുകളിൽ സ്നേഹമുണ്ടായിരുന്നു. വെരി സ്പീക്കിംഗ് ടു ദ ലോർഡ്. നിങ്ങൾ കർത്താവിനോട്, അപ്പനോട്, ഈശോയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യു വേർ ഇൻ ഗ്രേസ്, യു ആർ ഇൻ ഗ്രേസ്, യു വിൽ ബി ഇൻ ഗ്രേസ്. നിങ്ങൾ കൃപയിലായിരുന്നു, കൃപയിലായിരിക്കും. അപ്പോൾ അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. അമ്മത്രേസ്യ പുണ്യവതിയാണ്. വിശുദ്ധ അമ്മത്രേസ്യ പുണ്യ രാവിലെ അച്ഛൻ കർമ്മലീത്ത അച്ഛനാണ് കേട്ടോ. ഒത്തിരി കർമ്മലീത്ത വൈദികനാണ്. കർമ്മലവനങ്ങളെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ തീനെ ചൊല്ലുമ്പോൾ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സോ പ്രാർത്ഥിക്കുന്ന സഭയാണ്, പരിശുദ്ധ അമ്മയുടെ സഭയാണ്. കർമ്മല സഭയെ കുറിച്ച് പറയാൻ തുടങ്ങി അതൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ ഇതാണ് പ്രാർത്ഥന ഈസ് ഈക്വൽ ടു ലവ്. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, അമ്മത്രേസ്യ പുണ്യവതി, ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതി പ്രാർത്ഥനയെ നിർവചിക്കുക ഇപ്രകാരമാണ്: പ്രാർത്ഥനയുടെ വേദപാരംഗത, ഡോക്ടർ ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ വേദപാരംഗത എന്ന ഈ വിശുദ്ധയെ കുറിച്ച് പറയുന്നത് 1970 ആദ്യമായിട്ട് വേദപാരംഗതയാക്കപ്പെട്ട 2 സ്ത്രീകൾ. ഈ വേദപാരംഗതയാക്കപ്പെട്ട 2 സ്ത്രീകൾ, ഒന്ന് കത്രീന പുണ്യവതി, സിയന്നായിലെ കത്രീന പുണ്യവതി, 2 അമ്മത്രേസ്യ പുണ്യവതി. അപ്പോൾ വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതി പറഞ്ഞ കാര്യമാണ് എന്താണ് പ്രയർ. ഏറ്റവും ബെസ്റ്റ് ഡെഫിനേഷൻ ഇതാണ്: എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്ന എൻ്റെ ദൈവവുമായി ഞാൻ നടത്തുന്ന സ്നേഹ സംഭാഷണം, ലവിങ് കോൺവെർസേഷൻ. ഇതിങ്ങനെയാണ്: എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്ന എൻ്റെ ദൈവവുമായി ഞാൻ നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നു, അങ്ങനെ ഞാൻ അറിയുന്ന എൻ്റെ ദൈവവുമായി ഞാൻ നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന, ലവിങ് കോൺവെർസേഷൻ. വേറെ ഒന്നുമല്ല. അപ്പോൾ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥന കടന്നു വരുമ്പോൾ ഈശോ മാത്രം, സ്നേഹം മാത്രം, വേറെ ഒന്നുമില്ല. കാരണം എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്ന എൻ്റെ ദൈവവുമായി ഞാൻ നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. വീണ്ടും അമ്മത്രേസ്യ പുണ്യവതി പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ആരാണ് പ്രാർത്ഥിക്കുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നത്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അറിയാതെയുള്ള പ്രാർത്ഥന എന്നെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു അധര വ്യായാമം മാത്രമാണ്. ഇപ്പോൾ അച്ഛനെ വിളിക്കുന്ന അതിലച്ഛൻ, അപ്പോൾ ജേക്കബ്. ഓക്കെ, അപ്പോൾ ആരാ പ്രാർത്ഥിക്കുന്നത്? ഞാനാണ് പ്രാർത്ഥിക്കുന്നത്, അതിലച്ഛനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ആരോടാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ തമ്പുരാൻ, എൻ്റെ കർത്താവിനോടാ പ്രാർത്ഥിക്കുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത് ഇതറിയാതെയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, 8 മണിക്ക് സെഷൻ തുടങ്ങി, വെരി അവെയർ. നിങ്ങൾ ചിന്തിച്ചിരുന്നോ ഇതാരാ പ്രാർത്ഥിക്കുന്നത്, ആരോടാ പ്രാർത്ഥിക്കുന്നത്, എന്താ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ പൂർണ്ണ ബോധ്യത്തോടുകൂടെ ആയിരിക്കുമ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്. അല്ലാത്തപ്പോൾ അത് ഒരു അധര വ്യായാമമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അധര വ്യായാമം വേണം, എന്താ? അപ്പോൾ പ്രാർത്ഥനയാകും. അപ്പോൾ ഈ ബോധ്യമാണ് ഇന്ന് നമുക്ക് ഈശോ തരുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ
സ്നേഹിതന്മാർ തമ്മിലുള്ള സംഭാഷണമാണ്. അതിന് ഒരു ഒരു അതിന് ഈ ഒരുപാട് കുട്ടികോഷ്ടിക്കളികൾ ആവശ്യമില്ല, ഒരുപാട് വാക്കുകൾ ആവശ്യമില്ല. എന്തുമാത്രം മതി? ചിലപ്പോൾ ഒരു ഒറ്റ നോട്ടം മതി, കർത്താവിന് മനസ്സിലാവും, ഈശോ ചിലറിയും. അതുകൊണ്ടാണ് 139 സങ്കീർത്തനം. നമുക്ക് ആ സങ്കീർത്തനം ഒന്ന് വായിച്ചു കേൾക്കാം. 139 സങ്കീർത്തനം 139. ഇത് ബൈബിളുള്ളവർ എടുക്കാവോ? സങ്കീർത്തനം 139 ആ വചനം പറയുന്നു: കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എന്റെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എന്റെ മേലുണ്ട്. അപ്പോൾ ഇതാണ് എല്ലാം അറിയുന്ന കർത്താവ്. ഇവിടെ ധ്യാന കേന്ദ്രത്തില് ദിവസം മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നു. അപ്പൊ ഇവിടെ ഒരു അപ്പച്ചൻ വരും. അപ്പച്ചന് ഏകദേശം 87 വയസ്സുണ്ട്. അപ്പച്ചനെ ഞങ്ങൾ വിളിക്കുന്നത് കുഞ്ഞപ്പൻ ചേട്ടൻ എന്നാണ്. കുഞ്ഞപ്പൻ ചേട്ടൻ. അപ്പോൾ അപ്പച്ചന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ലോകം മുഴുവനുണ്ട്. ഇപ്പൊ ഇന്നും ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര സ്നേഹമാണ്. അപ്പച്ചൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പച്ചൻ രാവിലെ ഇവിടെ വരും, ആശ്രമത്തിൽ വരും. അപ്പൊ ഇവിടെ ഇന്ന് അടുക്കളയിൽ ചോദിക്കും എല്ലാം ഉണ്ടോ. ഇനി തേങ്ങായ ഒന്നും ഇല്ലെന്ന് അപ്പച്ചൻ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ 87-കാരൻ ചാക്കു എടുത്ത് പറമ്പിൽ കൂടെ നടന്ന് തേങ്ങ പറിക്കും. എന്നിട്ട് ധ്യാനത്തിന് വരും. ധ്യാനത്തിന്റെ സമയമാകുമ്പോഴത്തേക്ക് വേറെ ആരെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നത് ഈ അപ്പച്ചനാണ്. 87-കാരനാണ് തേങ്ങ പൊടിക്കുന്നത്. അത് പ്രയർ, അത് പ്രാർത്ഥനയാണ്. കാരണം അവിടെ സ്നേഹമുണ്ട്. സ്നേഹത്തെ പ്രതിയാണ് അത് ചെയ്യുന്നത്. ഈ ധ്യാനത്തിന് വരുന്നവർക്ക് മുഴുവൻ വേണ്ടി അപ്പച്ചൻ അത് ചെയ്യുന്നത് സ്നേഹമാണ്. അങ്ങനെ സ്നേഹിക്കുന്നവരുടെ ചങ്കൊന്ന് പിടഞ്ഞ കർത്താവ് അറിയും, അവരുടെ കണ്ണൊന്ന് കരഞ്ഞ കർത്താവ് അറിയും. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ധ്യാനകേന്ദ്രത്തിലെ പാട്ടുകാരൻ ചേട്ടനിക്ക് ചുമ വന്നു. അന്ന് അച്ഛനാണ് കുർബാനയ്ക്ക് കയറി. കുർബാന കയറുമ്പം ചേട്ടന് ചുമ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ സാരമില്ല, ഞാൻ കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഓക്കെ ചേട്ടാ, താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പൊ പാട്ട് കുർബാന തുടങ്ങി അച്ഛൻ അണ്ണാപ്പച്ച പാടിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ഈ പറഞ്ഞ കുഞ്ഞപ്പൻ ചേട്ടൻ അന്ന് ഈ 87-കാരനാണ് ഇവിടെ കുർബാനയ്ക്ക് നിർബന്ധം പിടിച്ചു പോയി ശുശ്രൂഷ വെക്കുന്നത്. എന്ത് സ്നേഹത്തോടു കൂടിയാണ് അവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കെ ചെല്ലുന്നതെന്ന് അറിയാമോ. അപ്പം ഈ അപ്പച്ചൻ ഓർഗന്റെ സൈഡിൽ വന്ന് നിന്നു. അപ്പൊ ഈ ചേട്ടൻ ചുമക്കുന്നുണ്ട്. എന്നാ പറ്റിയേ എന്ന് ചോദിച്ചപ്പം പാട്ടുകാരൻ ചേട്ടൻ പറഞ്ഞു, കുഞ്ഞപ്പൻ ചേട്ടാ ചുമയാണ്. ചുമയാണോ? ഇപ്പൊ പ്രാർത്ഥിച്ചേക്കാം. ആൾക്കാരെ നോക്കി ഒരു പ്രാർത്ഥന. എന്നിട്ട് ഈ പാട്ടുകാരൻ ചേട്ടനെ കൊങ്ങായ്ക്ക് ഒറ്റപ്പെടുത്തും. അപ്പൊ കൊങ്ങായ്ക്കൊരു പിടുത്തം. പുള്ളി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, ഇപ്പൊ ചുമക്കാൻ കൊടിയാവുന്നു, നിന്നു. അപ്പോൾ ഇതാണ് പ്രാർത്ഥന. അപ്പോൾ അത്രയും ചങ്ക് മറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇത്രയേ ഉള്ളൂ. ഒറ്റ തൊടല് മതി അവിടെ അത്ഭുതങ്ങൾ നടക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളൊന്നും അതിന്റെ കാര്യങ്ങൾ ആവശ്യമില്ല. ആ അപ്പച്ചന്റെ ഒരു തൊടല് മതി അവിടെ അത്ഭുതങ്ങൾ നടത്തുവാണ്. അപ്പോ ഇത് പ്രയർ. ഇപ്പോൾ അപ്പച്ചൻ ആ തേങ്ങാ വറുത്തരുന്നും അപ്പച്ചൻ അവിടെ ഇരുന്നു. അപ്പച്ചൻ രാവിലെ വരും. രാവിലെ വന്നിട്ട് അച്ഛന്റെ കൈ വന്ന് മുത്തിട്ട് പറയും, ഇതാ ഇന്ന് അപ്പ ഇതേ കുർബാന ചൊല്ലിയോ? ഞാൻ പറയും കുർബാന ചൊല്ലി. അങ്ങനെയാണ് അച്ഛന് കയ്യിലൊരു ചക്കരമുത്തം കിട്ടും. ഇനി കുർബാന ചൊല്ലിയില്ല, വൈകുന്നേരം പറഞ്ഞാൽ ഇപ്പൊ തരില്ല, വൈകുന്നേരം ചക്കരമ്മ തരാന്ന് പറയും. അപ്പൊ അതാണ് കയ്യില് ഈശോയെ തൊട്ടല്ലോ. അപ്പോൾ അതാണ് സ്നേഹം, അതാണ് പ്രേയം, അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന വീണ്ടും അച്ഛൻ പറയുകയാണ്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്യുവർ ലവ്. ബ്രിഗീത്ത പുണ്യവതി, വിശുദ്ധ ബ്രിഗീത്ത പുണ്യവതി രാജ്ഞിയായിരുന്നു. കഥകളെല്ലാം അറിയാം. ഇപ്പോൾ രാജ്ഞിയായിരുന്നു. ഒരു ദിവസം എന്തോ ഓർത്ത് എന്നെ എല്ലാം ഉപേക്ഷിച്ചു. വലിയ സപ്രപഞ്ച കത്തിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ രാജ്ഞി ഇതെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഒരു ദിവസം രാജ്ഞി അറിയാതെ എന്തോ ആലോചിച്ച് ആ സപ്രപഞ്ച കത്തിലേക്ക് പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല സുഖം. ആ മെത്തയിലൂടെ ഇങ്ങനെ കൈ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തലയ്ക്ക് തൊറ്റൊരടിയാണ്. ഒറ്റ അടി കിട്ടി. അപ്പം വിജിത്ത പുണ്യ തല പൊക്കി നോക്കിയപ്പോ കർത്താവാണ്. എന്തിനാ എന്നെ തല്ലിയോ? നീ എന്നെ തുടർന്ന സമയത്ത് സപ്രപഞ്ചത്തിലെ തുടർന്ന് ഇറങ്ങി താഴേടി. ഇതാണ് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ ഇടപെടാൻ തുടങ്ങും. അപ്പോൾ യുവർ ലവ്, ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അത്ര മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. വീണ്ടും അച്ഛൻ പറയുകയാണ്, പ്രയർ ഇസ് ലവ്. വേറെ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം ഇച്ചിരി ക്ഷീണാണ്. ഇപ്പൊ അച്ഛന്മാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നമസ്കാരമുണ്ട്. ഇതെല്ലാം അൺബ്രേക്കബിൾ. ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു ദിവസം ഇതെല്ലാം തീരുമാനിച്ചിരിക്കുന്ന പ്രാർത്ഥന ഇത്തിരി ഒന്ന് മുടങ്ങി, ഭയങ്കര ക്ഷീണമാണ്, തീരെ വയ്യ, ജോലിയൊക്കെ കഴിഞ്ഞിട്ട്
നേരെ നിൽക്കാൻ പറ്റുന്നില്ല. അത് കുറച്ചില്ലെന്നേ. എന്നാൽ ഈശോ ഫാദർ, ഈശോ അപ്പനാണ്, നിങ്ങൾ ഇട്ട പോലെ ഈശോ അപ്പയാണ്. അപ്പൊ എന്നാ ചെയ്യണ്ടേ? ഇപ്പൊ പറ്റണില്ലപ്പ, ഞാൻ കിടക്കാൻ പോവാണ്, ഈ കിടപ്പൊരു പ്രാർത്ഥനയാക്കണേ. അപ്പൊ നമ്മൾ കിടന്നിറങ്ങുന്ന കർത്താവിന്റെ മടിയിലാണ്. ദാറ്റ് ഇസ് പ്രയർ. എന്ത് സംഭവിച്ചാലും അത് സ്നേഹത്തോടു കൂടിയാണെങ്കിൽ, കരയുന്നത് സ്നേഹത്തോടു കൂടി തമ്പുരാന്റെ കയ്യിലോട്ട് വെച്ചു കൊടുത്തത് ദാറ്റ് ഇസ് പ്രയർ. അത് പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരുപാട് നമ്മളിപ്പം സാധാരണ ജീവിതത്തിലൂടെ കടന്നു പോവുകയല്ലേ. ഇപ്പം ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾ ഇത്രയും പേര് 244 കേട്ടോ, 244 പേര് വചനം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 244 പേരും ഇപ്പോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തെ ഒന്ന് കാഴ്ചവെക്കും. തമ്പുരാനെ, ഈ മൊമെന്റ്, ഈ സെക്കൻഡിന് ഞാൻ കാഴ്ചവെക്കുന്നു ലോക സമാധാനത്തിന് വേണ്ടി. ഇത് പ്രയർ, പ്രയർ. അത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ്. അപ്പം ഈശോയ്ക്ക് നന്ദി പറയാം, ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അച്ഛൻ്റെ അടുത്ത് ഒരു പെൺകൊച്ച്, അച്ഛന് ഇവിടെ ഈ 2-3 ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ അച്ഛന് അവിടെ ഹൗസിന്റെ ഫിനാൻസ് നോക്കുന്നുണ്ട്. അതുപോലെ ധ്യാന കേന്ദ്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. മൂന്നാമത്തത് വൊക്കേഷൻ പ്രൊമോട്ടറാണ്. പിള്ളേരെ പിടുത്തം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെ പോരാ, നമുക്ക് അച്ഛനാവാം, നല്ല കറുത്ത ഉടുപ്പൊക്കെ ഇട്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ സ്കൂളുകളിൽ കൂടെ കയറി ഇറങ്ങുമായിരുന്നു. ഈ ദിവസങ്ങളിൽ 24 സ്കൂളിൽ കൂടെ പോയി. ഒത്തിരി സ്കൂളുകളിൽ കൂടെ പോയി, ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ട്. കുറച്ച് പിള്ളേരെ കിട്ടി അവ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഒരു ദിവസം ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു പെൺകുട്ടി ഓടി വന്നു. അച്ഛാ, അച്ഛാ, ഭയങ്കര ടെൻഷൻ അച്ഛാ, പരീക്ഷയാവാൻ പോവാ, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാവോ? കൊച്ചു വന്നു, പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഓക്കെ, അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് കണ്ടോ, ആ ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഒരു 12:45 സമയമാണ്. ഭക്ഷണം കഴിക്കാൻ പോയ കൂടുതൽ അച്ഛൻ്റെ ഉടുപ്പ് കണ്ടു കൊച്ചു ഓടി വന്നാണ് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഈശോ പറയാണ്, ആ കൊച്ചിനോട് പറ, ടെൻഷൻ അടിക്കണ്ട, ഇന്ന് ടെൻഷൻ മാറാൻ വേണ്ടി നിനക്ക് ഞാൻ ഒരു സമ്മാനം തരാം, ഇത് ന്യൂ പെൻ, ഒരു പുതിയ പേന തരുമെന്ന് പറയാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഓക്കെ, ഒരു പുതിയ പേന തരും എന്ന് പറയുന്നു ഈശോ. അപ്പൊ ആ കൊച്ചു വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പം അമ്മ ഒരു പുതിയ കവർ പേന വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ടച്ച് കണ്ട, ആ സ്നേഹത്തോടെ ആ കൊച്ച് ജസ്റ്റ് ഒരു മൊമെന്റിലേക്ക് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഈശോയ്ക്ക് സ്നേഹ, ഈശോ അടയാളം കൊടുത്തു. ഇതെങ്ങനെ ഈശോ അടയാളം കൊടുത്തത് പൂർണ്ണമാകുന്നത് ആ പെൺകൊച്ചിന്റെ ചേച്ചി ചെറിയൊരു കുഴി ചാടിയിരിക്കുകയാണ്, ഒരു ചെറിയൊരു റിലേഷൻഷിപ്പ്. അപ്പൊ അത് നല്ലതല്ലാത്തതായിരുന്നു. അപ്പോ ഈ കൊച്ചു വീട്ടിൽ ചെന്നിട്ട് അമ്മ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് നമുക്ക് കൊണ്ടുപോകണം, കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ബഹളം. സോ അടുത്ത ദിവസം ഈ കൊച്ചിനെ തൂക്കിയെടുത്തിട്ടുണ്ട്. ഈ അനിയത്തിക്കുട്ടി വന്നു കഴിഞ്ഞിട്ട് തൊട്ടു. കണ്ട, ആ പെൺകൊച്ചിന്റെ ചെറിയൊരു പ്രാർത്ഥനയിൽ നിന്ന് ഒരു അത്ഭുതം നടക്കുന്നത്. ആ ഒരു ചേച്ചിക്കൊച്ചിന്റെ ആ ഒരു പ്രശ്നം അവിടെ കർത്താവ് ഇടപെട്ടു. കണ്ട, ഹൗ ഇറ്റ് ഈസ്. ഇതെന്നു വെച്ചാൽ ഒരു സെക്കൻഡിൽ ഈശോയെ ഒരു കൈവപ്പ് കിട്ടിയിരുന്നെങ്കിൽ ആ കൈവപ്പിൽ പ്രാർത്ഥനയുണ്ട്. ആ കൊച്ചു ഓടി വന്ന് എളിമപ്പെട്ട് അച്ഛാ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാവോ എന്നൊരു സെക്കൻഡ് പറഞ്ഞിട്ട് ഈശോ ജീവിതത്തിൽ ഇടപെട്ടത് കണ്ടു. ആ ചേച്ചിയുടെ ആ ഒരു തെറ്റായ ബന്ധത്തിലേക്ക് കർത്താവ് ഇടപെട്ടു. നമുക്ക് ചിന്തിക്കുന്ന, അതുകൊണ്ടാണ് ഈ വചനം എടുത്തിട്ടും പറയുന്നത് 139 സങ്കീർത്തനം, എല്ലാം കാണുന്നു. ഇതെല്ലാം അറിയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് അറിയുന്നുണ്ട്. ഒരു സെക്കൻഡിന് ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ കർത്താവ് അവിടേക്ക് ഇറങ്ങി വരും. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ധ്യാന കേന്ദ്രത്തില് ഒരു ചേച്ചി കുമ്പസാരിക്കാൻ വന്നു. ചേച്ചിക്ക് 40-42 വയസ്സുണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു, അച്ഛാ, ദിസ് ഇസ് മൈ ഫസ്റ്റ് കൺഫെഷൻ, ഇതെന്റെ ആദ്യത്തെ കുമ്പസാരമാണ്. ഞാൻ ചേച്ചി ആദ്യത്തെ കുമ്പസാരമാണ്. ആ ചേച്ചി ഹിന്ദുയിസത്തിൽ നിന്ന് മാറി മാമോദീസ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ കുമ്പസാരമാണ്. അപ്പൊ ആദ്യമായിട്ട് കുമ്പസാരിക്കുന്ന ഒരാളുടെ ഈശോയോടുള്ള സ്നേഹം, ഐ ഫെൽറ്റ് ഇറ്റ്, ശരിക്കും അത് ഫീൽ ചെയ്യും. ശരിക്കും ചില കുമ്പസാരങ്ങൾ കേൾക്കുമ്പോൾ അച്ഛൻ കരഞ്ഞു പോകാറുണ്ട് ചില കുമ്പസാരങ്ങൾ കേൾക്കുമ്പോൾ. കാരണം അത്രയും തീവ്രമായിട്ട് ഈശോയെ സ്നേഹിക്കുവാണ്. അപ്പോൾ ചിന്തിക്കുക, വീണ്ടും അച്ഛൻ ചോദിക്കും, ഞാനൊരു കുമ്പസാരത്തിന് പോകുമ്പോൾ, ഞാനൊരു പ്രാർത്ഥിക്കുന്നു, ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് വിചാരത്തോടു കൂടി ഇരിക്കുന്നു? സ്നേഹത്തോടു കൂടിയാണോ? ഈശോയോടുള്ള സ്നേഹത്തോടു കൂടിയാണെങ്കിൽ ഇതെല്ലാം എനിക്ക് സന്തോഷം നൽകുന്നത്. എനിക്കൊരു സങ്കടം വന്നു, എനിക്ക് എത്രയാണ്, എനിക്കതൊരു പ്രാർത്ഥനയാകാം. ഈശോയെ എനിക്ക് സങ്കടം വരുന്നു, ഇത് ഞാനൊരു പ്രാർത്ഥനയായിട്ട് കാഴ്ചവെക്കുകയാണ്. അവിടെ വാക്കുകൾ ഉച്ചരിക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ ഈശോയിലേക്ക് ഒരു നോട്ടം മതി, അത് പ്രാർത്ഥനയായി. എന്റെ കർത്താവെ, നെടുവീർപ്പിടുക എന്ന് പറയുന്നില്ലേ, അതാണ് സാമുവേലിന്റെ പുസ്തകം. ഒന്ന് സാമുവേലിൽ കാണുന്നുണ്ട്. ഹന്ന പുണ്യവതി
ഹൃദയ വികാരങ്ങൾ കർത്താവിന്റെ മുൻപിൽ പകരുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏലി പുരോഹിതൻ ഓടി വന്ന് പറയുന്നുണ്ട്, എന്താണ് ഈ കാണിക്കുന്നൊക്കെ ചോദിക്കുന്നത് ഇതാണ് ചരിത്രം. അപ്പോൾ വിചാരങ്ങൾ സ്നേഹത്തോടെ കർത്താവിന്റെ മുൻപിൽ പങ്കുവെക്കുകയാണ് സ്നേഹം. ഓക്കെ. അപ്പോൾ അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ആവശ്യമില്ല. ഇതൊന്നും ആവശ്യമില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യാളന് ട്രാൻസിറ്റ്യൂസ് എന്നാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് ഉപയോഗിക്കുന്ന വാക്ക്. ട്രാൻസിറ്റ്യൂസ്, കടന്നുപോക്ക്. അപ്പോൾ ഈ ഫ്രാൻസിസ് അസീസി പുണ്യാളൻ മരിക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ സഹോദരന്മാരോട് പറഞ്ഞു. 3 കാര്യങ്ങൾ. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സഹോദരന്മാരോട് പറയുകയാണ്, ഞാൻ മരിക്കാറായി, നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ എന്നെ നിലത്ത് ഇറക്കി കിടത്തണം. കാരണം ഞാൻ പൊടിയായിരുന്നു, മനുഷ്യൻ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ കടന്നു പോകും. ഇതാണ് ചോദ്യം. രണ്ടാമത്, എന്നെ നഗ്നനാക്കി കിടത്തണം. ഞാൻ നഗ്നനായി, ഒന്നുമില്ലാത്തവനായി കടന്നു വന്നു, അതുപോലെ തന്നെ ഞാൻ കടന്നു പോകുന്നതാണ്. കണ്ടോ, ഒന്നുമില്ല, എനിക്ക് ഈ സ്വന്തമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതെല്ലാം കടന്നു പോകും. അച്ഛൻ ഹെഡ്ഫോൺ വെച്ചിരിക്കുക, ഇതേ കൂടെ ഒരു ഷോക്ക് അടിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. എതിരെ കടയിൽ എന്ത് വേണേൽ സംഭവിക്കാലോ, അല്ലേ? മേലെ ഫാനുണ്ട്, അത് പൊട്ടി തലയിൽ വിടാൻ തീരുമാനമായി. അപ്പോ എന്താണ്? അപ്പോ ഇതൊക്കെ കടന്നു പോകും. ഈശോ മാത്രമേ ഉണ്ടല്ലോ. ലൂക്കാ സുവിശേഷം 21:33, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ നിലനിൽക്കും, കടന്നു പോവുകയില്ല. അപ്പോൾ അതിഥി പുണ്യാളൻ പറഞ്ഞ 3ാമത്തെ കാര്യമാണ്, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ചുറ്റും നിങ്ങൾ ആനന്ദ നൃത്തമാടണം. ആനന്ദ നൃത്തമാണ്. അത് ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ട മക്കളെ, സഹോദരന്മാരെ, അനിയന്മാരെ, അനുജത്തിമാരെ, ചിന്തിക്കേണ്ടത് ഇതാണ്. എൻ്റെ ജീവിതം ഇവിടെ അല്ല, എനിക്ക് സ്വർഗമുണ്ട്. അതാ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം ഈശോ പറയുന്നത് എന്താ? ഹൃദയം അസ്വസ്ഥമാകട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കും. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, അവിടെ പോയിട്ട് എൻ്റെ പിതാവിന്റെ പകരം അനേകം വാസസ്ഥലമുണ്ട്. ശരിക്കും നമുക്ക് ഇതൊരു ഫാമിലി റിലേഷൻഷിപ്പാണ്. അപ്പൻ, വല്യപ്പൻ, പരിശുദ്ധാത്മാവ്, വിശുദ്ധര്, നമ്മുടെ സഹോദരന്മാര്, ശരിക്കും ഇതൊരു ഫാമിലിയാണ്. നമ്മളൊരു കുടുംബത്തിലാണ്, അല്ലേ? ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെ കുറിച്ച് സങ്കടം വരത്തില്ലെന്ന്. അപ്പോൾ പിടിച്ചു നിൽക്കാം, പ്രാർത്ഥിക്കാം, എപ്പോഴും ഈശോയോട് ചേർന്നായിരിക്കും. അപ്പോൾ നാളെ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളാണ്. എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിച്ചത്. അമ്മ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുകയില്ല. നമുക്ക് വെല്ലുവിളി ഉയർത്തുന്നത് അമ്മയാണ്. അമ്മയുടെ മാതാവിന്റെ ഒരു കൊച്ചു രൂപം. ഈ അമ്മ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിച്ചത്. ഇതാണ് നമുക്ക് മുൻപിൽ സ്വർഗം തരുന്ന മത്സരം. ഇതാണ് നമുക്ക് മുൻപിൽ സ്വർഗം തരുന്ന ടാസ്ക്. അമ്മ സ്നേഹിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കാൻ പറ്റണം. ഈ പ്രാർത്ഥനയൊക്കെ അങ്ങനെ കാഴ്ചവെക്കും. അമ്മയുടെ ഓരോ ഹൃദയമിടിപ്പിലും ഈശോയോടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതാണ് പുറകെ നടന്നുള്ളൂ നിഴലായി അമ്മ. ഒരിടത്ത് മുന്നിലോട്ട് വന്നില്ല, പക്ഷെ പുറകിൽ നിഴലായി അമ്മ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ നാളെ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളാണ്. സെപ്റ്റംബർ 8 മാതാവിന്റെ ജന്മ തിരുനാൾ. 9 മാസം പുറകോട്ട്. ഓഗസ്റ്റ്, ജൂലൈ, ജൂൺ, മെയ്, ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി, ജനുവരി, ഡിസംബർ. 9 മാസം പുറകോട്ട് അമ്മ അന്നാപുണ്യവതിയുടെ ഉദരത്തിൽ ഉരുവായ സമയം കണ്ടോ. പാപലേശമില്ലാത്ത അമ്മ മാതാവിന്റെ തിരുനാള് നമ്മൾ ആചരിക്കുന്നു. അപ്പോൾ ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മയ്ക്ക് പാപമില്ലായിരുന്നു. അമ്മയുടെ മക്കളായ നമുക്ക് പാപം ഉണ്ടാകാൻ പാടുവോ? നോ. എനിക്കും അമലോത്ഭവത്വം കിട്ടില്ല, പക്ഷെ പരിശ്രമിക്കാം. ഇവിടെ ആഴ്ചയ്ക്ക് യുവജനങ്ങളൊക്കെ കുമ്പസാരിക്കാൻ വരുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ചിലരൊക്കെ ചില പാപമേഖലകൾ സ്ട്രഗിൾ ചെയ്യാൻ സ്റ്റിൽ കർത്താവുണ്ട് എന്ന് പറഞ്ഞ് ഓടി വരുന്നത് കാണാറുണ്ട്. പരിശ്രമിക്കുന്നുണ്ട് ഈശോയിൽ നിന്നും കയറാൻ വേണ്ടി. അപ്പോൾ ദാറ്റ് ഈസ് എ പ്രയർ. അതൊരു പ്രാർത്ഥനയാണ്. ആ പരിശ്രമം തന്നെ പ്രാർത്ഥനയാണ്. അപ്പോൾ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആചരിക്കുമ്പോൾ എല്ലാവർക്കും സാധിക്കുമോന്ന് അറിഞ്ഞുകൂടാ. സാധിക്കുന്നവരൊക്കെ നാളെ ഒന്ന് കുമ്പസാരിക്കുക, ഈശോയെ അങ്ങനെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം അമ്മ എന്തുകൊണ്ടാണ് പാപലോചനയൊക്കെ നടന്നത്? കാരണം ഈശോയെ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഈശോ കടന്നു വരാനുണ്ടായിരുന്നു. അപ്പം ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചെളിക്കുണ്ടാവരുത്, ചുറ്റിയോ എല്ലാ തരത്തിലും. അതൊരു സ്നേഹമാണ്, സ്നേഹത്തിന്റെ അടയാളമാണ്. അപ്പം
പ്രാർത്ഥിക്കാം, ഈശോടൊപ്പമായിരിക്കാം. ഈശോയെ ഒത്തിരി സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എപ്പോഴും ഈശോടൊപ്പമായിരിക്കാം. ഈശോ വചനം പറഞ്ഞു വയ്ക്കുന്നു, വെളിപാട് പുസ്തകം 1:8, ആയിരുന്നവനും എന്ന് റിപ്പീറ്റ് ചെയ്ത്, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും, ഒരിക്കലും ഒരു കാലത്തും അവസാനമില്ലാതെ. ഈശോ മാത്രമേ ഉണ്ടാവും. അപ്പം ഈശോയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേ. ഇങ്ങനെയല്ലേ സ്നേഹിക്കുന്നത്? കൊടുക്ക്. അച്ഛനും ഈ സ്കൂളുകളിൽ കൂടെയും അല്ലേ ഇവിടെ ക്രിസ്ത്യൻ ധ്യാനങ്ങളും ഒക്കെ നടത്തും. ചിലപ്പോൾ വൊക്കേഷൻ പ്രൊമോഷൻ ഞായറാഴ്ചകളിലെ പല പള്ളികളിലൂടെ കുർബാനയുണ്ട്. കുർബാനയുടെ ഇടയ്ക്ക് ഈശോയ്ക്ക് ഉമ്മ കൊടുക്കുക. പിള്ളേർ ഈശോയ്ക്ക്, കൊച്ചു പിള്ളേർ ഈശോയ്ക്ക് ഉമ്മ കൊടുക്കുന്ന കാണാം. 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേക്കും അവർക്ക് ഉമ്മ ഇല്ല. അത് വേറെ ആർക്കോ വേണ്ടി മാറ്റി വെച്ചേക്കോ. എത്ര പ്രായമായാലും ഈശോ മാത്രമല്ലേ ഉള്ളൂ. എക്സ്പ്രസീവ് ലവ് ഈസ് നെസസറി. അതൊരു നെസസിറ്റിയാണ്. എക്സ്പ്രസ് ചെയ്ത് ഈശോയെ സ്നേഹിക്കും, കെട്ടിപ്പിടിക്കണം, ഉമ്മ വയ്ക്കണം, കൂടെ കിടന്നുറങ്ങണം എപ്പോഴും ഈശോയുടെ. അപ്പൊ ഇത് നമ്മുടെ സിസ്റ്റർമാരില്ലേ, കൊച്ചു സിസ്റ്റർമാര്, കുറെ പേരുടെയൊക്കെ സ്പിരിച്വൽ ഫാദറാണ്. ദാറ്റ് ഇസ് എക്സ്പ്രസീവ് ലവ്. അവര് ഈശോയെ പ്രണയിക്കുന്ന ഒരു രീതിയാണ്. എങ്ങനെയാ ഈശോയെ സ്നേഹിക്കുന്നതാണ്. നമ്മളും അത് മോഡലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ എക്സ്പ്രസ് ചെയ്ത് ജീവിതം വഴി അങ്ങനെ സ്നേഹിക്കുവാൻ എന്നെയും പഠിപ്പിക്കണം. എക്സ്പ്രസീവ് ലവ്. ഇച്ചിരി ഇച്ചിരി മുട്ടുകുത്തുന്നത്, അത് എക്സ്പ്രഷൻ. മുട്ടുകുത്തുന്നത് എക്സ്പ്രസീവ് ലവ് ആണ്. ചെരുപ്പിടാതെ നടക്കുന്ന ത്യാഗമാണ്. 25 നോമ്പാണ്. എന്നൊക്കെയാ നോമ്പ് എടുക്കുന്നത്? ചിന്തിച്ച്, നോമ്പുണ്ടോ? ചിലർ പറയും പച്ചക്കറിക്കാൻ നോമ്പെന്ന്. അപ്പൊ നോമ്പെടുക്കണം. എന്തിനൊക്കെയാ നോമ്പെടുക്കുന്നത്? ദാറ്റ് ഇസ് ലവ്. അതൊരു പ്രാർത്ഥനയാണ്. നോമ്പെടുക്കുന്നത് പ്രാർത്ഥനയാവുന്ന എപ്പോഴാ? അത് സ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ്. അതൊരു നോമ്പാണ്. ഇവിടെ ഒരു കുഞ്ഞു ബ്രദർ ഉണ്ട്, റീജന്റ് ഉണ്ട്. അപ്പൊ റീജന്റ് ബ്രദർ നോമ്പെടുത്തിരിക്കുന്നത്. റീജന്റ് ബ്രദറിന്റെ ചെമ്മാച്ചന് പലഹാരം ഭയങ്കര ഇഷ്ടമാണ്. പലഹാരം ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മാച്ചൻ നോമ്പെടുത്തിരിക്കുന്ന പലഹാരം ടേബിളിൽ ബിസ്ക്കറ്റ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഓരോ ബിസ്ക്കറ്റ് എടുത്ത് തിന്നോണ്ടിരിക്കും. അപ്പൊ ബിസ്ക്കറ്റ് കാണുമ്പം നോ, പറ്റുകയില്ല. കാരണം നോമ്പാണ്. അത് സ്നേഹത്തോടു കൂടി ചെയ്യുന്നതാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള നോമ്പ്. ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. വാട്സപ്പ് ഒഴിവാക്കാം. വാട്സപ്പ് ഒക്കെ ഇപ്പം വലിയ നെസസിറ്റിയാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇതൊക്കെ കാണുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പൊ അതൊരു നോമ്പാണ്. കണ്ടുപിടിക്കുക. ഓരോ ദിവസവും ഓരോ നോമ്പുകളാണ്. അച്ഛൻ, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഫാദർ ജേക്കബ് മുക്കിലിക്കാൻ ചോദിച്ചു ഇതിന് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ഈ 25 ദിവസങ്ങൾ 10 കാര്യങ്ങളിലൂടെ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും കൂടെ. അപ്പോൾ 10 കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഓരോ ദിവസവും പിന്നെ അച്ഛൻ്റെ ഒരു ബുക്കുണ്ട്, ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അച്ഛൻ്റെ ഒരു പുസ്തകമുണ്ട്, ഉണ്ണിയെ തേടി എന്ന് പറഞ്ഞിട്ട് എഴുതിയൊരു പുസ്തകം. അപ്പൊ അതിന്റെ ബേസിലാണ് ഓരോ ദിവസവും ധ്യാനം കൊടുക്കുകയാണ്. ഓരോ ദിവസവും ഇപ്പം ക്രിസ്മസ് പൂവ് പോയിന്റ് സെറ്റ് ചെയ്യുക. ഇതിന്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. അപ്പൊ ആ ചരിത്രവും കൂടെ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യുകയാണ്. എല്ലാത്തിനും പുറകിൽ ഹോളി എന്ന് പറയുന്ന ഒരു ഈ ഇലയുണ്ട്. ഇതിന്റെ എല്ലാം പുറകിൽ ചരിത്രമുണ്ട്. ഇന്ന് ക്രിസ്മസ് കാരലിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ വ്യാഖ്യാനം. അപ്പൊ എല്ലാത്തിനും ചരിത്രം പറഞ്ഞാണ്. നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ അതൊന്ന് കയറി സെർച്ച് ചെയ്യുക. അപ്പോൾ ഓക്കെ. അപ്പൊ ക്രിസ്മസ് പൂവിന്റെ കഥ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു മെക്സിക്കൻ കഥയാണ്. മെക്സിക്കൻ കഥാപശ്ചാത്തലം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു പാതിരാ കുർബാനയ്ക്ക് ഒരു ചേച്ചിയും അനിയനും കൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ പേര് പെപ്പീറ്റ. അപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ്. അനിയൻ ചോദിച്ചു, ചേച്ചി എന്നാ പറ്റി, എന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ചേച്ചി പറഞ്ഞു, ചക്കരെ എനിക്ക് നമുക്കിന്ന് പള്ളിയിൽ പോകണം, പാതിരാ കുർബാന കഴിയുമ്പോൾ ഉണ്ണിയുടെ പുൽക്കൂട്ടി പോകണം, ഉണ്ണിക്ക് കൊടുക്കാൻ സമ്മാനം ഒന്നുമില്ല, പൈസ ഇല്ല, തീർത്തും ദരിദ്രരാ, വേറെ ആരുമില്ല അവർക്ക്. ചേച്ചിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. അപ്പൊ അനിയൻ പറഞ്ഞു, ചേച്ചി കരയണ്ട, ചേച്ചിയല്ലേ പറഞ്ഞിട്ടുള്ളത് ഈശോയ്ക്ക് എന്ത് കൊടുത്താലും ഈശോയ്ക്ക് അത് സ്വീകാര്യമാണ്. പെട്ടെന്ന് ചേച്ചിക്ക് ഒരു ചെറിയൊരു സമാധാനം. പോകുന്ന വഴിക്ക് കുറച്ച് പച്ചില, പച്ചപ്പുല്ല്, കളകളെല്ലാം ചേർത്ത് വെച്ച് ഒരു കൊച്ചു ബൊക്കെ ഉണ്ടാക്കി ഇവര് പോവാണ്. പള്ളിയിലെത്തി. ചെറിയൊരു സമാധാനമുണ്ട്. കുർബാന കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പെൺകൊച്ചിന്റെ കൈ വരയ്ക്കാൻ തുടങ്ങി. കാരണം പൂക്കളെല്ലാം വാടി. ഈ ഒരു കൊച്ചു പച്ച ബൊക്കെ മാത്രമേ കയ്യിലുള്ളൂ. കണ്ണൊക്കെ വീണ്ടും നിറയാൻ തുടങ്ങി. അങ്ങനെ പുൽക്കൂട്ടിലേക്ക് പോയി. വലിയ വലിയ സമ്മാനങ്ങളും സ്വർണ്ണപ്പതക്കങ്ങളുമായിട്ട് ഓരോരുത്തർ വന്ന് ഈശോയെ കണ്ട് മടങ്ങിപ്പോയി. ഒടുവിൽ അവസാനം ഈ പെൺകുട്ടി വന്ന് ഈശോയുടെ കാലിൽ ഈ വാടിയ പച്ച പുല്ല് കൊണ്ടുള്ള ബൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എപ്പോഴാണോ ഈ ബൊക്കെ ഈശോയുടെ കാലിൽ സ്പർശിച്ചത്, പെട്ടെന്ന് ഈ ബൊക്കയുടെ സ്ഥാനത്ത് ഒരു ചുവന്ന നിറമുള്ള ചുവന്ന ഇതളുകളുള്ള ഒരു പുഷ്പം അവിടെ രൂപപ്പെട്ടു. ആ പുഷ്പത്തിന്റെ പേരാണ് പോയിൻസെറ്റിയ. പ്രിയപ്പെട്ട മക്കളെ, സഹോദരന്മാരെ, കുഞ്ഞമ്മമാരെ, അനിയത്തിമാരെ,
എത്ര കുറവുണ്ടെങ്കിലും ഈശോയുടെ അടുത്തേക്കല്ല നമ്മൾ ചെല്ലുന്നത്. ഒന്ന് തൊട്ടാൽ മതി, ഒന്ന് തൊട്ടാൽ മതി, ഞാൻ പൂ പോലെയാവും, പോയിൻസെറ്റിയാവും. ഓരോന്നിനും ചരിത്രം. ഈശോ അനുഗ്രഹിച്ചിട്ട് നമുക്കും പോയിൻസെറ്റിയകളാകാം. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന്റെ മംഗളങ്ങൾ സാധിക്കുന്നവരെല്ലാം സ്നേഹത്തോടെ നാളെ ഈശോയെ സ്വീകരിക്കണം. അപ്പൊ അമ്മ മാതാവിന്റെ എല്ലാ സ്നേഹത്തിനും നമുക്ക് നന്ദി പറയാം. ഈശോയുടെ ഒരു കുഞ്ഞ് ആശീർവാദം സ്വീകരിക്കും. അച്ഛനൊരു ആശീർവാദം വേണ്ട, അച്ഛന്മാരുടെ ആശീർവാദം എവിടെ പോയാലും സ്വീകരിക്കാം. അപ്പം ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. റോമാലേഖനം 8:27 ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവ് നമ്മെല്ലാം അനുഗ്രഹിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.